സീതാറാം യെച്ചൂരിക്ക് വിട നൽകാനൊരുങ്ങി രാജ്യ തലസ്ഥാനം. AKG ഭവനിൽ അന്ത്യാഞ്ജലി അർപ്പിച്ച ആയിരങ്ങൾ. അന്തിമോപചാരം അർപ്പിച്ച് രാഷ്ട്രീയ നേതാക്കളും സഹപ്രവർത്തകരും. വിലാപയാത്രയ്ക്ക് ശേഷം മൃതദേഹം എയിംസിന് വിട്ടു നൽകും. പൊന്നിൻ തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാളികൾ. ഇന്ന് ഉത്രാടപ്പാച്ചിൽ, നാടെങ്ങും ഓണത്തിരക്ക്. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണത്തിന് വൻ തിരക്ക്. ഇടുക്കിയിൽ കർഷകരിൽ നിന്ന് ഏലക്ക വാങ്ങി പണം നൽകാതെ കബളിപ്പിച്ചു. 15 കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് പാലക്കാട് സ്വദേശി മുഹമ്മദ് നസീർ. ജമ്മു കാശ്മീരിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ഏറ്റുമുട്ടലിൽ 5 ഭീകരരെ വധിച്ചു. 2 സൈനികർക്ക് വീരമൃത്യു. ഏറ്റുമുട്ടലിനിടെ പ്രധാനമന്ത്രി ജമ്മു കാശ്മീരിൽ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കറുത്ത തിന്മയെ തെരഞ്ഞെടുക്കാൻ ആഹ്വാനം ചെയ്ത മാർപ്പാപ്പ. കുടിയേറ്റക്കാർക്കെതിരായ ട്രംപിന്റെ നിലപാടിനും കമല ഹാരിസിന്റെ ഗർഭചിത്ര അനുകൂല നിലപാടിനും വിമർശനം. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് 2 മത്സരങ്ങൾ. ആദ്യ മത്സരത്തിൽ ഒഡീഷ ചെന്നൈയിൻ FCയെ നേരിടും. മത്സരം വൈകിട്ട് 5 മണിക്ക് ഭുവനേശ്വറിൽ. ബംഗളൂരു ഈസ്റ്റ് ബംഗാൾ പോരാട്ടം രാത്രി 7:30.